യൂത്ത് കോൺഗ്രസ് നിയമസഭാ മാർച്ചിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മരപ്പലകകളും കുപ്പികളും പോലീസിന് നേരെ എറിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി വിജിൻ വായന്തോട് ചേരും. വിജിൻ, ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ചിൽ സംഘർഷത്തെ തുടർന്ന് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? അതന്നെ, തീർച്ചയായും യൂത്ത് കോൺഗ്രസ് നേരത്തെ ആരംഭിച്ച ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തി നേരത്തെ ആരംഭിച്ച മാർച്ച് ഈ നിയമസഭാ പരിസരത്ത് എത്തുന്നതുവരെ സമാധാനപരമായിരുന്നു. തുടർന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ച ശേഷമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. ഇതിനുശേഷമാണ് പ്രവർത്തകർ പോലീസിന് നേരെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് മരപ്പലകകളും ഒപ്പം തന്നെ കൊടികെട്ടി എത്തിയ വടികളും ഉൾപ്പെടെ കുപ്പികൾ ഉൾപ്പെടെയുള്ളവ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞത്. ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമവും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇത് നിരന്തരമായി തുടർന്ന സാഹചര്യത്തിലാണ് ഈ പോലീസ് ആദ്യഘട്ടം ജലപീരങ്കി പ്രയോഗിച്ചത്. വീണ്ടും പ്രവർത്തകർ പോലീസിന് നേരെ പ്രകോപനം നടത്തുകയും ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് പോലീസ് 4 റൗണ്ട് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചത്. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. അക്രമത്തിലേക്ക് കടക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോലീസിന് നേരെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ഈ സമരം മുന്നോട്ട് പോയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഉള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ കൂടുതൽ സമയങ്ങൾ ഈ MG റോഡ് പരിസരമാണ്, നിയമസഭയുടെ ഭാഗമായിട്ടുള്ള MG റോഡ് പരിസരത്തേക്ക് പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടക്കുകയും അവിടെ വാഹനങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസുകാർ കടക്കുകയും ചെയ്തു. ഇതിനുശേഷം പോലീസ് എത്തി അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ വീണ്ടും ഈ റോഡ് ഉപരോധിക്കുകയും റോഡ് മാർഗം തടസ്സപ്പെടുത്തുന്ന ഒരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്തു. അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുള്ളത്. പാളയം ഈ രക്തസാക്ഷി മണ്ഡപം പരിസരത്തേക്ക് പ്രവർത്തകർ സംഘടിച്ചാണ് ഇപ്പോൾ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അനന്യ, യൂത്ത് കോൺഗ്രസ് നിയമസഭാ മാർച്ചിൽ സംഘർഷം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മരപ്പലകകളും കുപ്പികളും പോലീസിന് നേരെ എറിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു വിജിൻ വായാന്തോട്.